പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുളി ഇഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഞ്ചി നന്നായിട്ട് കൊത്തി അരിഞ്ഞത്, കുറച്ച് തേങ്ങ വറുത്തത്, വെളുത്തുള്ളി 8-10 ചുമന്ന ഉള്ളി അരിഞ്ഞത്, 3-4 പച്ചമുളക്, കാന്താരി മുളക് ഒരു 6-7 എണ്ണം, ആവശ്യത്തിന് വേണ്ടുന്ന പുളി, 1.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് വേണ്ടുന്ന എണ്ണ, കറിവേപ്പില. മധുരം വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ ശർക്കരയും കൂടി ചേർക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. കുറേശ്ശെ ഇട്ട് വറുത്ത് കോരുകയാണ്. ഇഞ്ചി വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ബാക്കി വന്ന എണ്ണയിലാണ് ഇത് ചേർക്കുന്നത്. ഇനി ഒരു 10 ചെറിയ ഉള്ളി, കാന്താരി മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ചേർക്കുന്നു. എല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ വറുത്ത് കോരുന്നു. ഈ പുളിയിഞ്ചി ഉണ്ടാക്കുന്നു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കടുക്, ഉലുവ, ജീരകം എന്നിവ ഇടുന്നു. വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇടുന്നു. പുളിയിഞ്ചി ഉണ്ടാക്കുന്നതിൽ പുളി ആണ് ഇതിൽ മുന്നിട്ട് നിൽക്കാനുള്ളത്. എന്നിട്ട് ഈ വറുത്ത് പൊടിച്ച ഇഞ്ചിയെല്ലാം ഇതിലിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നു. ഒരു ലേശം 1 സ്പൂൺ മുളക് പൊടി മാത്രം ചേർക്കുന്നു. ഇത്തിരി ഉലുവ പൊടി, മഞ്ഞപ്പൊടി, ഒരു സ്വല്പം മല്ലിപ്പൊടി. പച്ചമുളകും കാന്താരി മുളകും ധാരാളം ചേർത്തത് കൊണ്ട് എരിവ് നന്നായിട്ട് ഉണ്ട്. എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നു. കായം ഞാൻ മറന്നു, ലേശം. എൻ്റെ പുളിയിഞ്ചി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിൽ കായപ്പൊടിയും എല്ലാം ചേർത്ത്. ഇതാണ് എൻ്റെ പുളിയിഞ്ചി. ഇതിനെ നന്നായിട്ട് അടിച്ച് വേണമെങ്കിലും ചേർക്കാം. മിക്സിയിൽ അടിച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വരും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പുളിയിഞ്ചി. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.